പറ്റും. കേൾക്കുന്നുണ്ട്. തുടങ്ങിക്കോ. സ്ഥലമില്ല. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂമോതൊറാക്സ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. Oh my God. പറ്റുമല്ലോ. അനോട്ടേഷൻ ആയി കൊടുക്കും. പറ്റില്ല. അയ്യോ, ആൽഫി അതിനകത്ത് ഞെക്ക്. എനിക്കതൊന്നും വരുന്നില്ല. വന്നു. ഇപ്പൊ എനിക്ക് വരയ്ക്കാവോ? പറ്റുന്നില്ലേ? വരച്ചു. പക്ഷെ പറ്റണില്ല, വരയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. പറ്റും. പറ്റി. പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂമോതൊറാക്സ്. സോ ന്യൂമോതൊറാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെങ്കിൽ ദ പ്രസൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ഏതൊരു ഗ്യാസും ഇൻ ദ പ്ലൂറൽ ക്യാവിറ്റി, അതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യണം. ക്ലിയർ. അപ്പം ജസ്റ്റ് അനാട്ടമി ക്ലിയർ ആയി. അപ്പൊ നമുക്ക് അനാട്ടമിയില് ജസ്റ്റ് എന്താ വരയ്ക്കാനും പറ്റുന്നില്ല. ഇത് നമ്മുടെ ലങ്സ്, ഇത് എയർവേ. അപ്പം ഓക്കെ, ഇനിയിപ്പം ഇതിന്റെ ചുറ്റും ഞാൻ പ്ലൂറ വരയ്ക്കാൻ പോവാ. ഇപ്പൊ ഈ വരയ്ക്കുന്നതാണ് പാരൈറ്റൽ പ്ലൂറ. ഈ ലങ്സിന്റെ സർഫസിനോട് ചേർന്ന് ഞാൻ വരയ്ക്കുന്നതാണ് വിസറൽ പ്ലൂറ. അപ്പം ഞാൻ എന്താ പറഞ്ഞ, ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല് എന്താ മാഞ്ഞു പോയെ. അപ്പൊ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല് ഈ ഒരു പ്ലൂറൽ സ്പേസ് ബിറ്റ്വീൻ ദ വിസറൽ പ്ലൂറ ആൻഡ് ദ പാരൈറ്റൽ പ്ലൂറയുടെ ഇടയിലുള്ള ഒരു സ്പേസിൽ എയർ വന്നിരിക്കുകയാണ്. അതാണ് ഈ കണ്ടീഷൻ. ഹലോ, എയർ വന്നിരിക്കുക. അപ്പം എന്തിവിടെ സംഭവിക്കും? ഹലോ, അയ്യോ, കേൾക്കുന്നുണ്ട്. കേക്കാലോ അല്ലേ? ഓക്കെ. അപ്പൊ ഈ എയർ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ഈ എയർ അപ്പിയർ ചെയ്യുന്നത് ഈ എപ്പിക്കൽ പോർഷൻ ഓഫ് ലങ്. അപ്പൊ ഫസ്റ്റ് എയർ അക്യുമുലേറ്റ് ചെയ്യുന്നത് ഈ എപ്പിക്കൽ പോർഷനിലാണ്. അപ്പൊ ആദ്യമേ എയർ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ലാറ്ററൽ പോർഷനിൽ എയർ അക്യുമുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡയഫ്രമാറ്റിക് ഈ പോർഷനിൽ എയർ അക്യുമുലേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് എയർ യൂഷ്വലി അക്യുമുലേറ്റ് ചെയ്യണം. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ എക്സ്റേ ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആദ്യമേ കുറച്ച് എയർ ഉള്ളെങ്കിൽ എപ്പോഴും എപ്പിക്കൽ പോർഷനിലായിരിക്കും എയർ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലാറ്ററൽ പോർഷൻ, പിന്നെ ഈ ഡയഫ്രമാറ്റിക് ഈ പോർഷൻ. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം ഈ ഒരു ക്യാവിറ്റി, ഈ ഒരു ഏരിയയിൽ എയർ ഏതൊക്കെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്? 2 രീതിയിൽ വരാം. ഒന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ലങ്സിൽ നിന്നും ഇങ്ങോട്ടൊരു എയർ എത്താം. ലങ്സിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ട് ലങ്സിൽ നിന്നും എയർ പ്ലൂറൽ ക്യാവിറ്റിയിൽ എത്താം. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നമുക്ക് ആരൊക്കെ ഉണ്ട്? റിബ്സ് ഉണ്ട്, നമ്മുടെ മസിൽസ് ഉണ്ട്, അങ്ങനെ പല ആൾക്കാരും ഇവിടെ ചുറ്റും ഇരിപ്പുണ്ടല്ലോ. അവിടം വഴി എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ട് ഈ പാരൈറ്റൽ പ്ലൂറ വഴി എയർ ക്യാവിറ്റിയിൽ എത്താം. അപ്പം ഈ 2 രീതിയിലാണ് ന്യൂമോതൊറാക്സിൽ നമുക്ക് എയർ എത്താനുള്ള 2 വഴി. ഈ 2 രീതി മാത്രമേ എയർ എത്തത്തുള്ളൂ നമ്മുടെ ആ ഒരു ക്യാവിറ്റിയിൽ. ഓക്കെ. അത് കൂടാണ്ട് ജസ്റ്റ് ഒരു പോയിന്റ് ഓർത്തിരിക്കുക എപ്പോഴും, നമ്മുടെ ഈ ഒരു പ്ലൂറൽ ക്യാവിറ്റിക്കകത്തെ പ്രഷർ എപ്പോഴും നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് പ്രഷർ ആയതുകൊണ്ടാണ് നമ്മുടെ ലങ്സിന് കറക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാന്, റീകോയിൽ ചെയ്യാന്, അതുപോലെ വെന്റിലേറ്ററി ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ഇവിടുത്തെ പ്രഷർ നെഗറ്റീവ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ എത്രയാ? 760 അല്ലേ? ഭയങ്കര ഹൈ പ്രഷറാണ്. സോ ആ ഒരു പ്രഷർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വെന്റിലേറ്ററി ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ വൺസ് ഈ ഒരു നെഗറ്റീവ് പ്രഷർ ആസ് എ റിസൾട്ട് ഓഫ് ന്യൂമോതൊറാക്സോ ഹീമോതൊറാക്സോ എന്തെങ്കിലും പ്ലൂറൽ എഫ്യൂഷനോ എന്തെങ്കിലും വന്നിട്ട് ഈ ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പം ഈ പ്രഷർ നെഗറ്റീവ് അല്ല, പ്രഷർ കൂടും, പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. സോ നമ്മുടെ ലങ്സ് എന്ത് പറ്റും? ലങ്സ് കൊലാപ്സ് സംഭവിക്കും. അല്ലെങ്കിൽ ലങ്സിന് കറക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാതെ അങ്ങ് ചുരുങ്ങിപ്പോകും. അതിന്റെ ഒരു ഡയഗ്രം ഉണ്ട് ഇതിനകത്ത്. ആൽഫി ഒന്ന് താഴത്തോട്ട് വലിച്ചേടാ. ഒരു കുഞ്ഞു കൊച്ചിന്റെ പടം കാണാൻ പറ്റും.
ഏത് പോട്ടെ പോട്ടെ. ഇതാണോ? ഇതാണോ? ഒരു കുഞ്ഞു കണ്ടു കൊച്ചുണ്ട്. കണ്ടു. അത് തന്നെ. ഇതിനകത്ത് കണ്ടോ ലങ്സ് കൊളാപ്സ് ആയിട്ടിരിക്കുന്നത്? ഇങ്ങനാണ് ഈ ഒരു എയർ ഒക്കെ നമ്മുടെ ആ ഒരു പ്ലൂറൽ സ്പേസിൽ ഫിൽ ആയി കഴിഞ്ഞാൽ ആ പോർഷൻ ഓഫ് ലങ്സ് അങ്ങ് കൊളാപ്സ്ഡ് ആയിട്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത് ശരിക്കും ഈ ഒരു അസുഖം വരുമ്പോ, ഈ അസുഖം അല്ല ഈ ഒരു കണ്ടീഷൻ വരുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു 2 രീതിയിൽ എയർ എൻട്രി ചെയ്യാം. ഏതാ മറ്റേ ആദ്യത്തെ പേജ് എടുക്കാവോ? ഇത് കഴിഞ്ഞു. ഓക്കെ. അപ്പം 2 രീതിയിൽ നമുക്ക് ഇത് വരാം. ഒന്നില്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും പ്രശ്നം കാരണം ലങ്സ് വഴി എയർ ഈ പ്ലൂറൽ ക്യാവിറ്റിയിൽ എത്താം. അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് വാളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കാരണം നമ്മുടെ അവിടുന്ന് എയർ പ്ലൂറൽ ക്യാവിറ്റിയിൽ എത്താം. ഈ 2 രീതിയിൽ എത്തത്തുള്ളൂ. ഇനി അതാണ് ഞാൻ പറയാൻ പോണ ക്ലാസിഫിക്കേഷൻ. എഴുതാൻ പറ്റുന്നില്ല, ഞാൻ പറയാം. ഓക്കെ. സോ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം നമുക്ക്. സ്പോണ്ടേനിയസ് ന്യൂമോതെറാക്സ് ഉണ്ട്. ന്യൂമോതെറാക്സിന്റെ ഷോർട്ട് ഫോം ആണ് PTX കേട്ടോ. ട്രോമാറ്റിക് ന്യൂമോതെറാക്സ് ഉണ്ട്. അപ്പൊ സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ സ്പോണ്ടേനിയസും ട്രോമാറ്റിക് തമ്മിൽ ഡിഫറൻസ് എന്താ? സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോഴത്തേക്കും there is no history of trauma. അവിടെ ഒരു ഇഞ്ചുറിയോ ട്രോമ വന്നിട്ടൊന്നും അല്ല ആ എയർ പ്ലൂറൽ ക്യാവിറ്റിയിൽ എത്തുന്നത്, വേറെ എന്തൊക്കെയോ കാരണമാണ്. പക്ഷെ ട്രോമാറ്റിക് എന്ന് പറയുമ്പോൾ ആ പേര് പറയണ പോലെ തന്നെ ഒരു ട്രോമ, ഒരു ഇഞ്ചുറി സംഭവിച്ചു, അതുകൊണ്ടാണ് ആ ഒരു എയർ പ്ലൂറൽ ക്യാവിറ്റിയിൽ എത്തുന്നത്. ഓക്കെ. ഇനി ഈ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാല് സ്പോണ്ടേനിയസ് ആയതുകൊണ്ട് തന്നെ നോ ഹിസ്റ്ററി ഓഫ് ട്രോമ. പിന്നെ പ്രൈമറി എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി ലങ് ഡിസീസ് ഒന്നും കാണത്തില്ല, നോ അണ്ടർലൈങ് ലങ് പത്തോളജി. പക്ഷെ സെക്കൻഡറി അങ്ങനെയല്ല. സെക്കൻഡറിക്കകത്ത് there is an underlying lung pathology. ലങ്ങിൽ ഒരു പത്തോളജി, ലങ്ങിൽ ഒരു ഡിസീസ് വന്നു, അതുകൊണ്ടാണ് ലങ്സിൽ നിന്നുള്ള എയർ പ്ലൂറൽ ക്യാവിറ്റിയിലോട്ട് എത്തുന്നത് സെക്കൻഡറിക്കകത്ത്. അപ്പം പ്രൈമറിയും സെക്കൻഡറിയും വെച്ച് നോക്കുമ്പം ഈ ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി, ആൾക്കാർ മരിക്കാൻ സാധ്യതയുള്ള സെക്കൻഡറി സ്പോണ്ടേനിയസ് ന്യൂമോതെറാക്സ്. കാരണം ന്യൂമോതെറാക്സും ഉണ്ട്, ലങ്സിന് ഡിസീസ് ഉണ്ട്. സോ കുറച്ചുകൂടെ കൂടുതൽ മരിക്കാൻ കാരണം അതാണ്. പിന്നെ ഒരു ഏജ് ഗ്രൂപ്പ്, പ്രൈമറി സെക്കൻഡറി ഏജ് ഗ്രൂപ്പ് പറയുമ്പം പ്രൈമറി ജസ്റ്റ് ഒരു 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്കേ വരത്തുള്ളൂ. യൂഷ്വലി മെയിൽ സ്മോക്കേഴ്സിനാണ് വരുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് സെക്കൻഡറി എന്ന് പറയുന്നത് ഒരു ലങ് ഡിസീസും കൂടെ ഒക്കെ വന്നിട്ടല്ലേ, സോ ഒരു 50-60 വയസ്സൊക്കെ ആയപ്പോ അത് വരത്തുള്ളൂ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് പ്രൈമറിയും സെക്കൻഡറി. പ്രൈമറി സ്പോണ്ടേനിയസ് ന്യൂമോതെറാക്സ് എന്ന് പറഞ്ഞാൽ നോ ഹിസ്റ്ററി ഓഫ് ട്രോമ, ദർ ഇസ് നോ ലങ് ഡിസീസസ്. ഓക്കെ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഹിസ്റ്ററി ഓഫ് ട്രോമ, പക്ഷെ ഒരു ലങ് ഡിസീസ് ഉണ്ടാകും, അത് കാരണം സെക്കൻഡറി ന്യൂമോതെറാക്സ് വരുന്നത്. ഇനി ട്രോമാറ്റിക് ന്യൂമോതെറാക്സ്. ട്രോമാറ്റിക് ന്യൂമോതെറാക്സ് എന്ത് തരത്തിലുള്ള ട്രോമയാകാം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സർജറി, തൊറാസിക് സർജറി ചെയ്യുമ്പം ആ സർജറി കാരണം അബദ്ധവശാൽ നമ്മുടെ പ്ലൂറ ഓപ്പൺ ആയിട്ടാവാം, അങ്ങനെ എയർ വന്നേയാകാം. അല്ലെങ്കിൽ ഇപ്പം ഒരു സോൾജേഴ്സിന്റെ കേസിലൊക്കെ എടുക്കുവാണെങ്കിൽ ഗൺ ഷോട്ട് ഇഞ്ചുറി, ബുള്ളറ്റ് ഒക്കെ നെഞ്ചി തളച്ച് കയറി കഴിഞ്ഞാൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ന്യൂമോതെറാക്സ് ഡെവലപ്പ് ചെയ്യും. അപ്പം അതാണ് നമുക്ക് ഈ ഒരു എസ്സേ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയായിരിക്കും തരുന്നത്. ഒരു സോൾജർ ആയിരുന്നു, പെട്ടെന്നൊരു ബുള്ളറ്റ് ഇഞ്ചുറി വന്നു, അപ്പം അതാണ് നമ്മുടെ ക്ലിനിക്കൽ സീനേരിയ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത് കേട്ടോ. ഇനി സെക്കൻഡറി ന്യൂമോതെറാക്സിനെ കുറിച്ച് ഞാൻ പറയാം. ആൽഫയുടെ ഒന്ന് താത്തിക്കേടാ, കുറച്ച് താഴത്തോട്ട് നോക്കി. ആ സെക്കൻഡറി അത്ര ഇருக்கு. സെക്കൻഡറി ഹലോ ഹലോ, താഴത്തോട്ടാക്കണോ? ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. ഇതാണോ? കിട്ടി. ഇത് തന്നെ. ഓക്കെ. അപ്പം സെക്കൻഡ് പറയട്ടെ? പറഞ്ഞു. അപ്പൊ സെക്കൻഡറിക്കകത്ത് സെക്കൻഡറി സ്പോണ്ടേനിയസ് ന്യൂമോതെറാക്സ് എന്ന് പറയുമ്പോൾ there is no history of trauma and there is an underlying lung pathology അല്ലെ. അപ്പൊ ഏതൊക്കെ ലങ് പത്തോളജി കാരണം നമുക്ക് ഈ ന്യൂമോതെറാക്സ് ഡെവലപ്പ് ചെയ്യാം, അതാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്റ്റീവ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, ഒരു ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ആകാം, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാവിറ്റേറ്ററി പത്തോളജി. അപ്പം ഈ 2 കണ്ടീഷൻ, ഒരു ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് വന്നാൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ കാവിറ്റേറ്ററി ആയിട്ടൊരു ലങ് ഡിസീസ് വന്നാൽ നമുക്ക് ന്യൂമോതെറാക്സ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്ന് പറയുമ്പം എക്സാമ്പിൾ ഏതൊക്കെയാ നമുക്കറിയാം. COPD, അതായത് എംഫൈസീമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കെക്ടാസിസ്, ആസ്മ, ഇതൊക്കെയാണ് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. അപ്പൊ ഇങ്ങനത്തെ അസുഖം നമ്മുടെ ലങ്സിൽ സംഭവിച്ചു കഴിഞ്ഞാൽ there are chances of developing pneumothorax. അതുപോലെ തന്നെ
ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാവിറ്റേറ്ററി പെത്തോളജി. അതായത് ഡിസ്ട്രക്റ്റീവ് കാവിറ്റേറ്ററി പെത്തോളജി ഏതൊക്കെയാ? നമ്മുടെ ലങ്സിന്റെ TB വരാം, ലങ് ആബ്സസ് വരാം, ന്യൂമോണിയ വരാം, സിസ്റ്റിക് ഫൈബ്രോസിസ്, പൾമണറി ഇൻഫാക്ഷൻ, പിന്നെ കാർസിനോമ ഓഫ് ലങ്സിനകത്ത് സ്ക്വാമസ് സെൽ കാർസിനോമ. ഇത്രയും കണ്ടീഷൻസ് ആണ് ഗോപി നെക്രോസിസും ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാനിതൊന്ന് മ്യൂട്ട് ആക്കിക്കോട്ടെ, ഒറ്റ സെക്കൻഡ്. ഹലോ എടി, സോറി കേട്ടോ. എന്തായാലും എന്റെ നെറ്റിന്റെ അത്രയും പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഓക്കെ, പറഞ്ഞോ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കേൾക്കുന്നില്ല, പറഞ്ഞോ. അപ്പൊ ഇത്രയും കാരണത്താലാണ് ഇത്രയും കാരണത്താൽ ഈ ലങ്സിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നാല് നമുക്ക് ന്യൂമോതൊറാക്സ് ഡെവലപ്പ് ചെയ്യാം. അതിനകത്ത് ഈ ഡയഗ്രാം കാണുന്നുണ്ടോ? ആ ലങ്സിന്റെ ഡയഗ്രാം അതൊന്ന് എല്ലാരും മുഴിപ്പിച്ച് നോക്കിയോണേ. അതിനകത്ത് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ പറയുന്നുണ്ട്, കണ്ടോ? അതിനകത്ത് ആ ഒരു ആൽവിയോളയിൽ നിന്നും ഒരു ആരോ മാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പ്ലൂറൽ സ്പേസിലോട്ട് കാണിച്ചിട്ടില്ലേ, ക്യാവിറ്റിയിലോട്ട്. അതാണ് ആക്ച്വലി എന്താ പറയാ, നമുക്കിപ്പോ ആൽവിയോളെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ്, ഇപ്പം നമ്മുടെ നമുക്കിപ്പോ എംഫൈസീമ അങ്ങനത്തെ ഒരു അസുഖം, ആൽവിയോളെ അവിടെ എൻലാർജ്ഡ് ആവുമല്ലോ എംഫൈസീമയ്ക്കകത്ത്, ഡിസ്റ്റൽ ആയിട്ടുള്ള എൻലാർജ്മെന്റ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് എൻലാർജ് ചെയ്ത് പൊട്ടി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എയർ എങ്ങോട്ട് എൻ്റർ ചെയ്യാം? പ്ലൂറൽ ക്യാവിറ്റിയിലൂടെ എൻ്റർ ചെയ്യാം. അതൊരു രീതിയിൽ. രണ്ടാമത്തെ കാണിച്ചിരിക്കുന്ന ആരോ മാർക്ക് കണ്ടോ? രണ്ടാമത്തെ ആൽവിയോളിൽ നിന്നും ആദ്യം ഇന്റർസ്റ്റീഷ്യൽ ലങ് ടിഷ്യൂസിലോട്ട് എത്തി, പിന്നെ അവിടുന്ന് നേരെ മീഡിയാസ്റ്റിനത്തിലോട്ട് എത്തി, പിന്നെ അവിടുന്ന് നേരെ ഒന്നില്ലെങ്കിൽ പ്ലൂറൽ ക്യാവിറ്റിയിലോട്ട് കയറാം, അല്ലെങ്കിൽ നേരെ മുകളിലോട്ട് നമ്മുടെ നെക്കിലോട്ട് പോകാം. അതാണ് മുകളിലോട്ടുള്ള ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പ്ലൂറൽ ക്യാവിറ്റിയിലോട്ട് കയറി കഴിഞ്ഞാലും ഉറപ്പായിട്ടും എയറിന്റെ പ്ലൂറൽ ക്യാവിറ്റി ആയി. ഇനി നെക്കിലോട്ട് പോവാം. ആ ഒരു എയർ എന്ന് പറയുന്നത് നെക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിലൊക്കെ സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള എംഫൈസീമ ഡെവലപ്പ് ചെയ്യും ഇങ്ങനത്തെ പേഷ്യൻസിൽ ചിലപ്പോ. ഓക്കെ, അതൊരു ഫൈൻഡിങ് ആണ്. പിന്നെ ഈ സൈഡ് ഞാൻ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ബ്രോങ്കോ പ്ലൂറൽ ഫിസ്റ്റുല എന്ന്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം ആദ്യത്തെ ഒരു ആരോമാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രോങ്കിയോൾസും നമ്മുടെ ബ്രോങ്കസും നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റിയും കൂടെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുമല്ലേ. അപ്പം അത് ബ്രോങ്കോ പ്ലൂറൽ ഫിസ്റ്റുല ഫോം ചെയ്യും അവിടെ. അത്രേ ഉള്ളൂ. ഇത്രയാണ് സെക്കൻഡറി ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ന്യൂമോതൊറാക്സിന്റെ കോസസ്. ഇനി പ്രൈമറി. എടാ ആൽഫിന് മുകളിലോട്ട് ആക്കൂടാ. അപ്പൊ പ്രൈമറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രൈമറി ദർ ഇസ് നോ ഹിസ്റ്ററി ഓഫ് ട്രോമ, ദർ ഇസ് നോ ലങ് പത്തോളജീസ്. അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ട് വരുന്നു? അപ്പൊ പണ്ടൊക്കെ ഈ പ്രൈമറി ഇഡിയോപ്പത്തിക് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് റീസൺ അറിഞ്ഞുകൂടാത്തല്ലോ. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ റീസൺ അറിയാം. സോ അതിനെ ഇഡിയോപ്പത്തിക്കിനെ വിളിക്കാറില്ല. ദ റീസൺ ഫോർ ദ പ്രൈമറി സ്പോണ്ടേനിയസ് ന്യൂമോതൊറാക്സിസ് ദ പ്ലൂറൽ ബ്ലെബും പൾമണറി ബുള്ള. ഇതാണ് രണ്ട് റീസൺ. അതെന്താന്ന് ഞാൻ ആൽഫിനെ വേറൊരു PPT ഇട്ടില്ലായിരുന്നോ? അതിനകത്തുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ. അത് എടുക്കാവോ? ഈ ബ്ലെബും ബുള്ളയും ആക്ച്വലി സിമിലാരിറ്റി ഉണ്ട്. അതിന്റെ നീ എടുത്തു, ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പം അത് തന്നെ സി നോക്ക്. എടാ എനിക്ക് ആ ഒരു എഴുതാനുള്ള സാധനം തരാവോ ആൽഫി? അല്ലെ നീ ഒന്ന് എഴുത, എന്തെങ്കിലും ചെയ്യും. ആ ബ്ലെബിനകത്ത് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പറ്റും. സി നിങ്ങൾ ആ ബ്ലെബിനകത്ത് നോക്ക്. ഞാൻ ലങ്സ് വരച്ചതിന് ആ വിസറൽ പ്ലൂറ വരച്ചതിന് തൊട്ട് ലങ്സിനും വിസറൽ പ്ലൂറയുടെ അവിടെ ഒരു സ്പേസ് കാണുന്നില്ലേ ഇവിടെ? ആക്ച്വലി ആ ഒരു സ്പേസ് അതാണ് ബ്ലെബ്. ഈ ബ്ലെബും ബുള്ള രണ്ടും ആക്ച്വലി എയർ ഫിൽഡ് ആയിട്ടുള്ള പോക്കറ്റ് ആണ്, എയർ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള പോക്കറ്റ്. അതാണ് അതിന്റെ സിമിലാരിറ്റി. ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ബ്ലെബ് എന്ന് പറയുന്നതിന് ഒരു പോർഷൻ സറൗണ്ട് ചെയ്തുകൊണ്ട് വിസറൽ പ്ലൂറയും മറ്റേ പോർഷൻ സറൗണ്ട് ചെയ്തുകൊണ്ട് ലങ് പാരൻകൈമ ആയിരിക്കും ബ്ലെബില്. പക്ഷെ ആ സ്ഥാനത്ത് ബുള്ള എടുക്കുവാണെങ്കിൽ നോക്കിക്കേ,
ബുള്ളയുടെ ആ ഒരു റൗണ്ട് ആയിട്ടുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സറൗണ്ട് ചെയ്തുകൊണ്ട് ലങ് പാരൻകേമിയ. അല്ലാണ്ട് മറ്റേതുപോലെ ഒരു ഭാഗത്ത് വിസറ ഒരു ഭാഗത്ത് ലങ് പാരൻകേമിയ അങ്ങനല്ല. അതാണ് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, ബുള്ള ആൻഡ് ബ്ലെബ്. പക്ഷെ ഈ രണ്ട് സാധനവും റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ദ ന്യൂമോതൊറാക്സ്. ഓക്കെ, രണ്ട് സാധനം റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എയർ ഇവിടെ എത്താം. അങ്ങനെയാണ് പ്രൈമറി സ്പോണ്ടേനിയസ് ന്യൂമോതൊറാക്സ് ഉണ്ടാകുന്നത്. അത്രേ ഉള്ളൂ ഇത്. ഇതാണ് ഈ PDF. ഇനി മറ്റതെടുത്ത് ഓക്കെ. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. സ്പോണ്ടേനിയസ് ഉണ്ട്, ട്രോമാറ്റിക് ഉണ്ട്. സ്പോണ്ടേനിയസിനകത്ത് പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നത് ബ്ലബ് അല്ലെ ബുള്ള കാരണം. പിന്നെ പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതലും കാണുന്നത് യങ് മെയിൽ. ആ സ്ലൈഡ് നോക്കണേ. യങ് മെയിൽ ആയിരിക്കും, ഭയങ്കര വണ്ണം കുറഞ്ഞ ആൾക്കാരില്, ഭയങ്കര ഹൈറ്റ് ഉള്ള ആൾക്കാരില്, സ്മോക്കേഴ്സില്, ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് നമ്മൾ പ്രൈമറി സ്പോണ്ടേനിയസ് ന്യൂമോതൊറാക്സ് കാണുന്നത്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ, ആ ഒരു തിന്ന് യങ് മെയിൽ ടോൾ സ്മോക്കേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിനിക്കൽ സിനേരിയോ തരുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് തരിക. ഒരു യങ് മെയിൽ, തിന്ന്, ടോൾ സ്മോക്കർ, ഡെവലപ്പിംഗ് ഇന്ന പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു. താത്തിക്കോ ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇനി വേറൊരു രീതിയിൽ പറയുന്നത് എന്നാ വെച്ചാല് മൂന്നായിട്ട് പറയും. ഒന്ന് ക്ലോസ്ഡ്, പിന്നെ ഒരു ഓപ്പൺ ന്യൂമോതൊറാക്സ്, പിന്നെ ഒരു ടെൻഷൻ ന്യൂമോതൊറാക്സ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമുക്കൊരു ന്യൂമോതൊറാക്സ് ഒന്നില്ലെങ്കിൽ ഒരു ലങ് പെത്തോളജി കാരണം ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചെസ്റ്റ് വാള് വഴി വന്ന ഒരു ഇത് കാരണം ഡെവലപ്പ് ചെയ്യാം. ഈ രണ്ട് രീതിയിലും ഡെവലപ്പ് ചെയ്യാം അല്ലെ. അപ്പം ഈ ക്ലോസ്ഡ്, ഓപ്പണും ടെൻഷനും, ഇത് മൂന്നും ഈ രണ്ട് രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത് ഈ ഫസ്റ്റ് ഡയഗ്രാം കണ്ടോ, റെസ്പിറേറ്ററി മെഡിസിൻ എന്നൊക്കെ എഴുതിയൊരു പേജ്. അത് തന്നെ. അതിനകത്ത് ഈ ആദ്യത്തെ ക്ലോസ്ഡ് ടൈപ്പിനകത്ത് നിങ്ങൾ നോക്കിക്കേ. ആദ്യമേ അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലങ്ങില് എന്തോ ഒരു പെത്തോളജി കാരണം എന്തോ ഒരു പ്രശ്നം പറ്റി ഒരു ഓപ്പണിംഗ് സംഭവിച്ച് ലങ്സിൽ നിന്നുള്ള കുറച്ച് എയർ എവിടെ എത്തി, നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റിയിൽ എത്തി. പക്ഷേ അത് എത്തിക്കഴിഞ്ഞ ഉടനെ ആ ഒരു ഓപ്പണിംഗ് അങ്ങ് ക്ലോസ്ഡ് ആകും. അതാണ് ആ പേര് വരാൻ കാര്യം, ക്ലോസ്ഡ് ടൈപ്പ്. ഓക്കെ, അത് ക്ലോസ്ഡ് ആവും. പിന്നെ ആദ്യം ആ എൻറ്റർ ചെയ്ത അത്രേ എയറേ അവിടെ ഇരിക്കത്തുള്ളൂ, പിന്നെ എയർ എൻട്രി ഒന്നും നടക്കത്തില്ല. ഇറ്റ്സ് ക്ലോസ്ഡ്. ഇനി അടുത്തത് ആണ് ഓപ്പൺ ടൈപ്പ്. ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫി നിക്കിക്കേടാ ആണോ, എനിക്ക് കാണുന്നില്ല. കണ്ടു. അപ്പൊ ഓപ്പൺ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ലങ് പെത്തോളജിയിൽ ഒരു പ്രശ്നം സംഭവിച്ചു, ഒരു ഓപ്പണിംഗ് വന്നു, പക്ഷെ അത് നേരത്തെ പോലെ ക്ലോസ്ഡ് ആകുന്നില്ല. ആ ഒരു പ്രോബ്ലം അത് പെർമനന്റ്ലി അത് ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോഴും എക്സ്പയർ ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എയർ കണ്ടിന്യൂസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും 2 വേ അല്ലേ ആരോ കാണിച്ചേക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്. സോ എയറിന് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകാൻ പറ്റും. അതാണ് ഓപ്പൺ ടൈപ്പ്. മറ്റേതുപോലെ ക്ലോസ്ഡ് ആവത്തില്ല. ഓക്കെ, ഇനി ടെൻഷൻ ന്യൂമോതൊറാക്സ്, ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ ടെൻഷൻ ന്യൂമോതൊറാക്സിനകത്ത് പറയണത് എന്താന്ന് വെച്ചാല്, അത് ഈ ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമോതൊറാക്സിന്റെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഓഫ് ന്യൂമോതൊറാക്സ് എന്ന് ചോദിച്ചാൽ ടെൻഷൻ ന്യൂമോതൊറാക്സ്. ടെൻഷൻ ടൈപ്പ് ആണ്. അതെന്താ സംഭവം എന്ന് വെച്ചാല് കമ്മ്യൂണിക്കേഷനുള്ള എയർ പ്ലൂറൽ ക്യാവിറ്റിയിൽ എത്തി. പക്ഷമാണ് എയറിന് പ്ലൂറൽ ക്യാവിറ്റി. ഹലോ എടാ, ടെൻഷൻ ലൈഫ് ത്രെറ്റനിങ് വരെ കേട്ടോളൂ. ഹലോ, ലെഫ്റ്റ് ആയി. ടെൻഷൻ ന്യൂമോതൊറാക്സ് പറഞ്ഞോ.
ഓക്കെ. അപ്പൊ ടെൻഷൻ ന്യൂമോതറാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു അവിടുത്തെ ആ ഒരു ലങ്സിൽ നിന്നും ഉള്ള എയർ പ്ലൂറൽ ക്യാവിറ്റിയിൽ എത്തുന്നു. പക്ഷെ ആ ഒരു എത്തുന്ന ആ ഒരു പോർഷൻ ഹലോ കേക്കണില്ലേ? ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് വെച്ച് നീ പറഞ്ഞപ്പോ കിങ് കിങ് പോലെ കേട്ട്. സൗണ്ട് പോയടാ. ടെൻഷൻ ടെൻഷൻ ന്യൂമോതറാക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വെച്ചാല് ആ ഒരു ലങ്സിൽ നിന്നുള്ള എയർ പ്ലൂറൽ ക്യാവിറ്റിയിലൂടെ എത്തുമല്ലോ. അതൊരു വൺ വേ സിസ്റ്റം ആണ്. അതായത് ലങ്സിൽ നിന്നും പ്ലൂറൽ ക്യാവിറ്റിയിലോട്ട് ഇങ്ങോട്ട് വരാൻ മാത്രമേ പറ്റത്തുള്ളൂ. വൺസ് പ്ലൂറൽ ക്യാവിറ്റി കയറി കഴിഞ്ഞാൽ തിരിച്ച് പ്ലൂറൽ ക്യാവിറ്റി തിരിച്ച് ലങ്സിലോട്ട് വഴി എക്സ്പയർ ചെയ്യുമ്പോൾ പോവത്തില്ല. ഹലോ, ഓക്കെ. വന്നോണ്ടിരിക്കും അല്ലേ? വന്നോണ്ടേ ഇരിക്കത്തുള്ളൂ, പോവത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ക്ലോസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രശ്നം ഉണ്ടായി, പക്ഷെ ആ പ്രശ്നം ഉടനെ അങ്ങ് ക്ലോസ് ആകും. അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് എയർ എൻ്റർ ചെയ്തത് അതിനകത്ത് ഇരിക്കുമെന്നേ ഉള്ളൂ. പിന്നെ എയർ കൂടത്തുമില്ല കുറയത്തില്ല, കോൺസ്റ്റന്റ് ആണ്. ക്ലോസ്ഡ് ആണത്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം പിന്നെ ആ ഒരു ഓപ്പണിങ് അത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. സോ എയർ അങ്ങോട്ട് പോകും, നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ എയർ അകത്തോട്ട് വരും, എക്സ്പയർ ചെയ്യുമ്പോൾ എയർ പുറത്തോട്ട് പോകും. അത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഓപ്പൺ ആയിട്ട് അങ്ങ് ഇരിക്കും. പക്ഷെ ടെൻഷൻ ന്യൂമോതറാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വൺ വേ സിസ്റ്റം. അതായത് എയറിനെ ഇൻസ്പയർ ചെയ്യുമ്പോൾ അകത്തോട്ട് മാത്രമേ കയറത്തുള്ളൂ. ആ അകത്തോട്ട് കയറിയ എയർക്ക് പിന്നെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഞാൻ കംപ്ലീറ്റ് പറയുന്നത് ലങ് പെത്തോളജി ബേസ്ഡ് ആണ്. ഈ സെയിം മെക്കാനിസം വെച്ച് തന്നെ ചെസ്റ്റ് വാൾ ഇഞ്ചുറി സംഭവിച്ചാലും ഈ ഓപ്പൺ ടൈപ്പ് ആകാം, ക്ലോസ് ടൈപ്പ് ആകാം, ടെൻഷൻ ടൈപ്പ് ആകാം. അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ലങ്ങിന്റെ സ്ഥാനത്ത് ചെസ്റ്റ് വാൾ വരുന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? അതിന്റെ ഈ ഫസ്റ്റിനകത്ത് ആരോ മാർക്ക് നോക്കണ്ട, അത് തെറ്റാണ്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഇനി ഒന്ന് നോക്കുക. ഇനി ആ താഴെ എഴുതിയേക്കുന്ന കണ്ടോ? ആ ക്ലോസ്ഡിന്റെ താഴെ എഴുതിയേക്കുന്ന കണ്ടോ? പ്ലൂറൽ ക്യാവിറ്റിക്കകത്തെ പ്രഷർ. ഞാൻ പറഞ്ഞു ക്ലോസിനകത്ത് ഒരു തവണ എയർ കയറിയെന്നേ ഉള്ളൂ, പിന്നെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അപ്പൊ അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കുറവാണ്. അറ്റ്മോസ്ഫിയറിക് എത്രയാ? 760 അല്ലേ? അത്രയൊന്നും അതിനകത്ത് പ്രഷർ ഇല്ല. അതിനകത്ത് പ്രഷർ എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഓപ്പൺ ടൈപ്പ് നോക്കിയേ. ഓപ്പൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഓപ്പൺ ആയിട്ടിരിക്കുക, നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ എക്സ്പയർ ചെയ്യുമ്പോൾ. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് ഈക്വൽ ആണ് പ്ലൂറൽ ക്യാവിറ്റിക്കകത്തുള്ള പ്രഷർ. ഇനി ടെൻഷൻ ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. ഇനി ടെൻഷൻ ന്യൂമോതറാക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വൺ വേ സിസ്റ്റം ആണ്. നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ മാത്രമേ എയർ വരുന്നുള്ളൂ. എക്സ്പയർ ചെയ്യുമ്പോൾ എയർ ഒന്നും പോകുന്നില്ല. സോ നമ്മൾ ഓരോ തവണ ഇൻസ്പയർ ചെയ്യും തോറും അവിടുത്തെ പ്രഷർ എയർ കൂടി പോസിറ്റീവ് പ്രഷർ കൂടി ഇറ്റ് ഈസ് മോർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. മനസ്സിലായോ? ക്ലോസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ഓപ്പൺ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കൊണ്ട് സെയിം ആയിരിക്കും. ടെൻഷൻ ന്യൂമോതറാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്പയർ ചെയ്യുമ്പോൾ കൂടി വരുന്നത് കൊണ്ട് അവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഇതാണ് വേറൊരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ. ഇനി ടെൻഷൻ ന്യൂമോതറാക്സ് ഞാൻ പറഞ്ഞു, അതെന്ന് പറയുന്നത് ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അല്ല പോവണ്ട, ഇവിടെ തന്നെ നിന്നോ, പേജ് മാറ്റണ്ട. ഓക്കെ, ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ തന്നെ ഉണ്ടാക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങളൊന്ന് ആ ഡയഗ്രാം നോക്കിക്കേ. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഡയഗ്രാം, അതിനകത്ത് ആ ഭയങ്കര കൊളാപ്സ് ഓഫ് ടെൻഷൻ ന്യൂമോതറാക്സ്, ടെൻഷൻ ടൈപ്പ് മൂന്നാമത്തിനകത്ത് ഭയങ്കര കൊളാപ്സ് ഓഫ് ലങ് സംഭവിച്ചു. ആ കൊളാപ്സ് ഉണ്ടായിട്ട് ദ മീഡിയാസ്റ്റിനം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു ഓപ്പോസിറ്റ് സൈഡിലോട്ട്. സോ ഓപ്പോസിറ്റ് സൈഡിലെ ലങ്സിനെ കംപ്രസ് ചെയ്യുന്നു. സോ അങ്ങനത്തെ കാർഡിയോ ഹലോ കേൾക്കാം പറഞ്ഞു. അപ്പം ഈ ടെൻഷനകത്ത് ഭയങ്കര പ്രഷർ കൂടിയിട്ട് ലങ്സ് ഓൾറെഡി അഫക്റ്റഡ് ആയിട്ടുള്ള സൈഡിലുള്ള ലങ്സ് കൊളാപ്സ് ആയി. പിന്നെ നടുക്കുള്ള മീഡിയാസ്റ്റിനത്തെ പുഷ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലാക്കി അടുത്തുള്ള ലങ്ങിനെ കംപ്രസ് ചെയ്യുന്നു, അവിടുത്തെ ഹാർട്ടിനെയൊക്കെ മാറ്റി വെക്കുന്നു. സോ ഒരു കാർഡിയോ റെസ്പിറേറ്ററി കൊളാപ്സ് സംഭവിക്കുന്നു ടെൻഷൻ ന്യൂമോതറാക്സിനകത്ത്. ആ ടേം അങ്ങനെ, കാർഡിയോ റെസ്പിറേറ്ററി കൊളാപ്സ്. അതുകൊണ്ടാണ് സിവിയർ കോംപ്ലിക്കേഷൻ നമ്മൾ പറയാൻ കാര്യം. പിന്നെ
പിന്നെ ഇപ്പം ഈ ടെൻഷൻ ന്യൂമോതൊറാക്സ് ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് വരാം. നമ്മളിപ്പോ CPR കൊടുക്കത്തില്ലേ പേഷ്യന്റിന്, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ, അത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന മെത്തേഡ് പ്രഷർ വേരിയേഷൻ ഒക്കെ സംഭവിച്ചാൽ റിബ്സ് ഒക്കെ പൊട്ടിയിട്ട് പ്ലൂറെ നമ്മുടെ പെരൈറ്റൽ പ്ലൂറ ഇഞ്ചുറി ആയിട്ട് ന്യൂമോതൊറാക്സ് വരാം, ടെൻഷൻ ന്യൂമോതൊറാക്സ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ പോസിറ്റീവ് പ്രഷർ മെക്കാനിക്കൽ, നമ്മൾ മെക്കാനിക്കലി അതാണ് ഈ താഴത്ത് കൊടുത്തിരിക്കുന്നത്. CPR പോസിറ്റീവ് പ്രഷർ മെക്കാനിക്കലി നമ്മൾ ഭയങ്കര വെന്റിലേഷൻ കൊടുക്കുവാണ്, പക്ഷെ ഭയങ്കര പോസിറ്റീവ് പ്രഷറിലാണ് കൊടുക്കണമെങ്കിൽ പോലും എയർ അതിനകത്ത് എൻ്റർ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ചെസ്റ്റ് എന്തെങ്കിലും ട്രോമ, ഗൺ ഷോട്ട് ഇഞ്ചുറിയോ അങ്ങനത്തെ എന്ത് ഇഞ്ചുറി സംഭവിച്ചാലും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണ്. ഓക്കെ, അതായത് ക്ലിനിക്കൽ സിനേറിയോ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, ഒരു സോൾജർ പെട്ടെന്നൊരു ഗൺ ഷോട്ട് ഇഞ്ചുറി അയാൾ ഫേസ് ചെയ്തു. സോ ഓൺ ദ സ്പോട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉണ്ടാവാനാണ് സാധ്യത. കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ ആണ്, മനസ്സിലായോ? അപ്പം യൂഷ്വലി അങ്ങനെ ആയിരിക്കും. ഇനി കാത്തിക്കോ. ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരാള് ഒരു സോൾജർ നമ്മുടെ അടുത്ത് ഇപ്പം നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രസന്റ് ചെയ്യുവാണ് നമ്മുടെ അടുത്ത് വിത്ത് എ ഗൺ ഷോട്ട് ഇഞ്ചുറി. സോ ഒബ്വിയസ്ലി ഗൺ ഷോട്ട് ഇഞ്ചുറി ആണ്, സോൾജർ ആണ്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉണ്ടാവാനാണ് സാധ്യത. അപ്പൊ അതിന്റെ മെക്കാനിക്സ് ആണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്ക്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഒരു ഇഞ്ചുറി ഒക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ പ്ലൂറിഡ് അവിടെയുള്ള പ്രഷർ കൂടും. ഇറ്റ് മീൻസ് പ്രഷർ കൂടി ആ പ്രഷർ എന്ന് പറഞ്ഞാൽ വിൽ ബി മോർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ഇൻക്രീസ്ഡ് പ്രഷർ കാരണം ഇറ്റ് ഫോഴ്സ്ഫുള്ളി കംപ്രസസ് ദ ലങ് ഒക്കെ കംപ്രസ്ഡ് ആയി നമുക്ക് വെന്റിലേറ്ററി ഫെയിലിയർ സംഭവിച്ച് സിവിയർ ഹൈപ്പോക്സീമിയ സംഭവിക്കും. അത് കൂടാണ്ട് നമ്മുടെ മീഡിയാസ്റ്റിനം വിൽ ബി ഷിഫ്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ ട്രക്കിയ വിൽ ബി ഷിഫ്റ്റഡ് ടു ഓപ്പോസിറ്റ് സൈഡ്. അതൊക്കെ നടക്കും. മീഡിയാസ്റ്റിനം ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മീഡിയാസ്റ്റിനം കംപ്രഷൻ കൂടെ സംഭവിക്കും. സോ നമ്മുടെ മീഡിയാസ്റ്റിനത്തിലുള്ള സ്ട്രക്ചേഴ്സ് സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ, അതൊക്കെ കംപ്രസ്ഡ് ആകും. ആ കംപ്രഷൻ ഓഫ് ദിസ് ഗ്രേറ്റ് വെയിനെ പറയണതാണ് കിൻകിങ് ഓഫ് ദ ഗ്രേറ്റ് വെയിൻസ്. അപ്പൊ എന്താ ആലോചിക്കുക, സുപ്പീരിയർ വീനക്കാവ ഇൻഫീരിയർ വീനക്കാവ കംപ്രസ്ഡ് ആയി കഴിഞ്ഞാല് നമുക്ക് വീനസ് റിട്ടേൺ കുറയത്തില്ലേ? വീനസ് റിട്ടേൺ കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അപ്പൊ ഉറപ്പായിട്ടും പേഷ്യന്റിന് ബ്ലഡ് പ്രഷർ കുറയും, പേഷ്യന്റിന് ഷോക്ക് ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് ആണ് സംഭവിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് സംഭവിക്കും. അങ്ങനെ പേഷ്യന്റ് ഡെത്ത് ആവാൻ വരെ സാധ്യതയുണ്ട്. അത്രയ്ക്കും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ, എമർജൻസി ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മള് എക്സ്റേ എടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ക്ലിനിക്കലി നമ്മൾ നോക്കുക, നമ്മൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കണ്ടു, നമ്മൾ ഓൺ ദി സ്പോട്ട് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. സോ ക്ലിനിക്കലി നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? യൂഷ്വലി പേഷ്യന്റിന് ഭയങ്കരമായിട്ട് ഒരു സൈഡിലെ ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളൂ എങ്കിൽ, അല്ലെ ഒരു സൈഡിലെ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ യൂണിലാറ്ററൽ ആയിട്ടുള്ള പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആയിരിക്കും മോസ്റ്റ് കോമൺലി പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത്, അലോങ് വിത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്, അതായത് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാകും. പിന്നെ പേഷ്യന്റ് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, ഭയങ്കര സയനോട്ടിക് ആയിരിക്കും, പിന്നെ ഹൈപ്പോക്സീമിക് ആയിരിക്കും, ഡയാഫെറസിസ്, കാരണം സിമ്പതറ്റിക് ഓവർഫ്ലോ സംഭവിച്ചിട്ട് ഭയങ്കരമായിട്ട് ഡയാഫെറസിസ് ഭയങ്കരമായിട്ട് വിയർക്കും പേഷ്യന്റ് ഈ ഒരു കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും പേഷ്യന്റ് നമ്മളത് പ്രസന്റ് ചെയ്യുന്നത്. ഭയങ്കര ബ്രെത്ത്ലെസ്നെസ് ആയിരിക്കും, ഭയങ്കര പ്ലൂറൈറ്റിക്, ഭയങ്കര വേദന ആയിരിക്കും ചെസ്റ്റില്, പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ. പിന്നെ ചിലപ്പം സയനോട്ടിക് ആകാം, അതായത് അറൌണ്ട് ദ ലിപ്സ്, പിന്നെ മൂക്കിന്റെ അവിടെയൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലൂ കളേർഡ് ആയിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യാം. പിന്നെ ഭയങ്കരമായിട്ട് വിയർക്കും. ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു വിത്ത് ഗൺ ഷോട്ട് ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ വൈറ്റൽസ് നോക്കുമ്പോഴത്തേക്കും പൾസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റാപ്പിഡ് ത്രെഡി വീക്ക് പൾസ് ആയിരിക്കും. വീക്ക് പൾസ് ആവാൻ കാര്യം എന്താ? കാരണം സപ്ലൈ ചെയ്ത് കാർഡിയാക് ഔട്ട്പുട്ട് മൊത്തത്തിൽ കുറഞ്ഞില്ല, അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ സപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് വീക്ക് പൾസ് ആയി. പിന്നെ റാപ്പിഡും ത്രെഡി ആയിരിക്കും, ബിക്കോസ് സ്റ്റാക്കിപ്നി ഉണ്ട് പേഷ്യന്റ്, റെസ്പിറേറ്ററി റേറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ബ്ലഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോൾ നമ്മുടെ BP കുറയും, ഹൈപ്പോ ടെൻഷൻ സംഭവിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മീഡിയാസ്റ്റിനത്തിലെ സ്ട്രക്ചേഴ്സ് കംപ്രസ്ഡ് ആയി, സുപ്പീരിയർ വീനക്കാവ ഇൻഫീരിയർ വീനക്കാവ എല്ലാം കംപ്രസ്ഡ് ആകുമ്പം അങ്ങോട്ടൊന്നും ബ്ലഡ് വരത്തില്ല. സോ ആ ബ്ലഡ് ഒക്കെ എവിടെ കെട്ടിക്കിടക്കും? നമ്മുടെ കഴുത്തിന്റെ നെക്കിന്റെ അവിടെ കെട്ടിക്കിടക്കും. സോ നെക്ക് വെയിൻസ് ഒക്കെ എൻഗോച്ച്ഡ് ആയിരിക്കും. പിന്നെ നമ്മള് പിന്നെ നമ്മള് ഓൺ എക്സാമിനേഷൻ നമ്മൾ എന്തൊക്കെ നോക്കും? പേഷ്യന്റിന്റെ ആ ഒരു അഫക്റ്റഡ് സൈഡിലെ മൂവ്മെന്റ് ഓഫ് ദ ചെസ്റ്റ് വാൾ നോക്കും. ഉറപ്പായിട്ടും അഫക്റ്റഡ് സൈഡില് ലങ്സ് കൊളാപ്സ്ഡ് ആയിരിക്കുമല്ലോ. സോ കൊളാപ്സ്ഡ് ആയിട്ടുള്ള ലങ്സ് ആയതുകൊണ്ട് എയർ എൻട്രി കുറവായിരിക്കും, അല്ലേ?
അതുകൊണ്ട് ഉം. മൂവ്മെന്റ്സ് ഓഫ് ദി ഉം. ചെസ്റ്റ് വാൾ ആ ഒരു സൈഡില് റെഡ്യൂസ്ഡ് ആയിരിക്കും. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, മറ്റേ സൈഡ് വെച്ച് നോക്കുമ്പോൾ മൂവ്മെന്റ്സ് കുറവായിരിക്കും. പിന്നെ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ട്രക്കിയ ഷിഫ്റ്റ് ടു ഓപ്പോസിറ്റ് സൈഡ്, അപ്പെക്സ് ബീറ്റും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പെർക്കസീവ് നോക്കുമ്പോൾ ഹൈപ്പർ റെസണന്റ് ആയിരിക്കും. പിന്നെ ഓസ്കൾട്ടേഷനകത്ത് ആബ്സെന്റ് എയർ എൻട്രി ആയിരിക്കും, ആബ്സെന്റ് ബ്രെത്ത് സൗണ്ടും ആയിരിക്കും. ഈ ഒരു പേഷ്യന്റ് നമുക്ക് കിട്ടുന്നു വിത്ത് ഹൈപ്പർ റെസണന്റ് പ്ലസ് ആബ്സെന്റ് ബ്രെത്ത് സൗണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ ഇറ്റ് ഈസ് ദ ഡയഗ്നോസ്റ്റിക് ഓഫ് ദ ന്യൂമോതൊറാക്സ്. ഈ 2 പോയിന്റ് കേട്ടോ, ഹൈപ്പർ റെസണന്റും ആബ്സെന്റ് ബ്രെത്ത് സൗണ്ട്സും. പിന്നെ വേറൊരു സൈൻ ഉണ്ട്, ഹാമൻ ക്രഞ്ച് സൈൻ. അതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളിപ്പം ആ സൈൻ അതെങ്ങനെയാന്ന് വെച്ചാൽ സൗണ്ട് എങ്ങനെയാ നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ അവിടെ വെച്ചാണ് ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ. നമ്മൾ ഹാർട്ടിന്റെ അവിടെ നമ്മൾ സ്റ്റെപ്പ് വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമാതിരി ഈ നമ്മൾ ലെതർ ബൂട്ട്സ് ഇട്ടിട്ട് ഈ മഞ്ഞ് നടക്കുമ്പോൾ ഒരു ക്രഞ്ചി സൗണ്ട് ഇല്ലേ, അല്ലെങ്കിൽ മഞ്ഞ് കടിക്കുമ്പോൾ ഒരു ക്രഞ്ചി സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് പോലെയാണ് ഈ ഹമ്മൻ ക്രഞ്ച് സൈൻ കേൾക്കുന്നതെന്നാണ് പറയണേ. അതന്നെയാണ് ആ പേര് വന്നത്, ഹമ്മൻ ക്രഞ്ച് സൈൻ. ഓക്കെ, അതും കേൾക്കാൻ പറ്റുമെന്നാണ് പറയണത് ഓസ്കൾട്ടേറ്റ്, ഹാർട്ടിന്റെ മേലിൽ വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ. ലങ്സിന്റെ മുകളിൽ വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോഴാണ് മറ്റേ ആബ്സെന്റ് ബ്രെത്ത് സൗണ്ട്, ആബ്സെന്റ് എയർ എൻട്രി ഒക്കെ മനസ്സിലാകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഒരു പേഷ്യന്റ് ഒരു ഗൺ ഷോട്ട് ഇഞ്ചുറി, ഒരു സോൾജറോ ആരോ ഇങ്ങനെ വന്നു, അപ്പൊ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് പ്രസന്റ് ചെയ്തു. സോ ഉടനെ നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്തു, നമുക്ക് ഇന്ന കാര്യമാണ് മനസ്സിലായി. ഓക്കെ, പിന്നെ ഞാൻ ഈ താഴെ ആ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്ന ഈ ഫീച്ചേഴ്സ് സെയിം തന്നെ കേട്ടോ. അങ്ങനെ ഇൻസ്പെക്ഷനകത്ത് ടാക്കറ്റിനെ കാണാൻ പറ്റും. പാൽപേഷൻ ചെയ്യുമ്പം അവിടുത്തെ ചെസ്റ്റ് എക്സ്പാൻഷൻ കുറവായിരിക്കും. പെർക്കഷൻ ചെയ്യുമ്പം ഹൈപ്പർ റെസണന്റ് ആയിരിക്കും. ഓസ്കൾട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആബ്സെന്റ് ബ്രെത്ത് സൗണ്ട് ആയിരിക്കും. പിന്നെ ടെൻഷൻ ന്യൂമോതൊറാക്സ് കാരണം ഡീവിയേഷൻ ഓഫ് ദ ട്രക്കിയ ടു ഓപ്പോസിറ്റ് സൈഡ്, ടാക്കികാർഡിയ, ഹൈപ്പോടെൻഷൻ. ക്ലിയർ അല്ലേ ക്ലിനിക്കൽ ഫൈൻഡിങ്സ്? അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സിവിയർ കണ്ടീഷൻ ആയിട്ടാണ് ഒരു പേഷ്യന്റ് വരുന്നതെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് വെറുതെ സമയം കളയരുത്. ക്ലിനിക്കലി നമ്മൾ ഇന്നതാന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യണം, അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ഞാനിത് കംപ്ലീഷന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ പറയാം. ഓക്കെ, ഇൻവെസ്റ്റിഗേഷനകത്ത് ചെസ്റ്റ് എക്സ്റേ ആണ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് നോർമൽ ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നോർമലി നമുക്ക് എന്താ പറയാ, നമ്മുടെ ചെസ്റ്റ് വാളും നമ്മുടെ ഈ ലങ്ങിന്റെ പാരൻകൈമ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തിരിക്കുകയാണ്. മനസ്സിലായി? പ്ലൂറൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലീഷൻ വരുമ്പോഴല്ലേ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇവർ രണ്ടും അപ്രോക്സിമേറ്റ് അടുത്തടുത്തിരിക്കുവാണ്. അതുകൊണ്ട് നമ്മൾ നോർമലി ഒരു എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ലങ്സിന്റെ എഡ്ജസ് ഒന്നും കാണാൻ പറ്റത്തില്ല നോർമലി. പക്ഷേ നമ്മുടെ ഈ ഒരു അസുഖം അല്ലെ, ഈ ഒരു കണ്ടീഷൻ പേഷ്യന്റിന് അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പം ആ ഒരു ക്യാവിറ്റിയിൽ എയർ ഇരിക്കുമല്ലേ. സോ ഈ ചെസ്റ്റ് വാളും ഈ ലങ്ങും തമ്മിൽ അത്ര അപ്രോക്സിമേഷൻ അല്ല, നന്നായിട്ട് അകലും. സോ നമുക്ക് ലങ്സിന്റെ എഡ്ജസ് കാണാൻ പറ്റും എക്സ്റേക്കകത്ത്. ഹലോ, മൂന്നാമത്തെ എക്സ്റേ എടുക്കാം, അവിടെ ഒന്ന് വലുതാക്കാവോ, മുഴിപ്പിക്കാവോ? ഇതാണോ മൂന്നാമത്തെ? ഇത് അത് തന്നെ. എനിക്ക് ആ പേനൊന്ന് എടുത്തിടാവോ? അനോട്ടേഷൻ ഓൺ ആക്കിട്ടേ അൽഫി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, നോർമലി നമ്മളൊരു എക്സ്റേ നോക്കുമ്പോൾ നമുക്ക് ലങ്സിന്റെ എഡ്ജസ് കാണാൻ പറ്റത്തില്ല. ലങ്സിന്റെ എഡ്ജസ് കാണണമെങ്കിൽ പ്ലൂറൽ ക്യാവിറ്റിയിൽ എന്തെങ്കിലും നിറഞ്ഞിരിക്കണം, ലങ്സിന്റെ എഡ്ജസ് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാ. ഇപ്പൊ ഈ എക്സ്റേ നോക്കിക്കേ, ഈ എക്സ്റേക്കകത്ത് ഇവര് പറയണത് ഇങ്ങനെയാണ് കേട്ടോ, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു മാർജിൻ ആണ് ലങ്സിന്റെ എഡ്ജ് എന്ന് പറയുന്നത്. കണ്ടോ? ആ ആരോ മാർക്ക് കാണിച്ചതിന്റെ അവിടെ നിന്നാണ് ലങ്ങിന്റെ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ നടന്നിരിക്കുന്ന ഇവിടെ മൊത്തം എയറാ, ന്യൂമോതൊറാക്സ്. അതിന്റെ മുകളിലോട്ടില്ല, അതാണ് എഡ്ജ്. നമുക്ക് നോർമലി ഒരു നോർമൽ പേഴ്സൺ എക്സ്റേക്കകത്ത് എഡ്ജ് ഓഫ് ദ ലങ് കാണാൻ പറ്റത്തില്ല. ഇവിടെ എഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്, അതിന്റെ മുകളിൽ ആ പ്ലൂറൽ സ്പേസ് ആണ് ഇരിക്കുന്നത്, അവിടെ ഈ എയർ നിറഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് ഒരു എക്സ്റേ ഓഫ് ന്യൂമോതൊറാക്സ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എക്സ്റേ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കാര്യം എന്താണ്? ബിക്കോസ് നമുക്ക് നോർമലി നമുക്ക് എക്സ്റേക്കകത്ത് കാണാൻ പറ്റാത്ത എഡ്ജസ് ഒക്കെ വൃത്തിക്ക് കണ്ട് നമുക്ക് എയർ ഒക്കെ കാണാൻ പറ്റും, അതുകൊണ്ടാട്ടോ.
ഇനി ഓക്കെ, ഇനിയിപ്പം ഈ എക്സ്റേ നമുക്ക് പേഷ്യൻസിന് തൊട്ട് മുന്നത്തെ എടുത്തേടാ, തൊട്ട് മുന്നത്തെ എക്സ്റേ. ഈ എക്സ്റേ നമ്മൾ പേഷ്യന്റിന്റെ സുപ്പൈൻ പൊസിഷനിൽ നമുക്ക് കിടത്തിയിട്ട് നമുക്ക് എക്സ്റേ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങൾ കാണുന്നതാണ് സുപ്പൈൻ പൊസിഷനിൽ പേഷ്യന്റിനെ കിടത്തിയിട്ട് എടുത്ത എക്സ്റേ. അപ്പൊ അങ്ങനെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എയർ എന്ന് പറയുന്നത് അക്യുമുലേറ്റ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേഷ്യന്റ് നിൽക്കുവാണെങ്കിൽ എയർ അക്യുമുലേറ്റ് ചെയ്യുന്നത് എവിടെയാ? എപ്പിക്കൽ പോർഷനിലായിരിക്കും. അതാണ് ഞാൻ നേരത്തെ എക്സ്റേ കണ്ടത്. പക്ഷെ ഒരു സുപ്പൈൻ പൊസിഷനിൽ ഒരു പേഷ്യന്റ് കിടക്കുമ്പം എയർ അക്യുമുലേറ്റ് ചെയ്യുന്ന ഇൻഫീരിയർ താഴത്തായിരിക്കും, മനസ്സിലായോ? ആ ലങ്ങിന്റെ താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ അഫക്റ്റഡ് പോർഷൻ ഇവിടെ എന്ന് വെച്ചാല് ഇതാണ് അഫക്റ്റഡ് ന്യൂമോതൊറാക്സ് ആയിട്ടുള്ള സൈഡ് കേട്ടോ. അപ്പം എയർ താഴെ ഇൻഫീരിയർലി അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് കോസ്റ്റോഫ്രെനിക് ആംഗിൾ കണ്ടോ ഇങ്ങനെ താന്നങ്ങ് പോകും ആസ് കമ്പയർഡ് ടു മറ്റേ സൈഡ്, ഒത്തിരി താന്നങ്ങ് പോയി. അതിനെയാണ് ഡീപ് സൾക്കസ് സൈൻ എന്ന് പറയുന്നത്. ഹലോ, ക്ലിയർ ആയോ? അത് ഇത് ഓർത്തിരിക്കേണ്ടത് സുപ്പൈൻ പൊസിഷനിൽ ഉള്ള എക്സ്റേയിലാണ് ഈ സൈൻ കാണുന്നതെന്നാണ് കേട്ടോ, അങ്ങനെയാണ് പറയണത്. ഓക്കെ, ഇതാണ് എക്സ്റേയുടെ സിഗ്നിഫിക്കൻസ്. എക്സ്റേ വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് CT എടുക്കാം കേട്ടോ. CT ആണ് തൊട്ട് മുന്നത്തെ ഡയഗ്രാം കാണിക്കുന്നത്. CTക്ക് നോക്കുമ്പോഴും നമുക്ക് എടുക്കാമോ അൽഫി അതൊന്ന്? CT അത് തന്നെ. CTക്ക് അത് നിങ്ങൾ നോക്കിക്കേ, കണ്ടോ ആരോ കാണിച്ചിരിക്കുന്ന ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ആ ഏരിയ എന്ന് പറയുന്നത് എയർ ആണ്. അപ്പുറത്ത് നോർമൽ ലങ്സ്, റൈറ്റ് സൈഡിൽ നോർമൽ, ലെഫ്റ്റ് സൈഡിലാണ് ആ എയർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ. സോ ഈ രണ്ട് രീതിയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ളത്. സോ ഇനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, ഇനി നമുക്ക് മാനേജ്മെന്റിലോട്ട് പോകാം. മാനേജ്മെന്റ് അല്ലേ എടുത്തത്? നോക്കിയേടാ, അല്ല പീഡിയാട്രിക്സ് അല്ലേ? ഓക്കെ, അടുത്ത ലിങ്കിൽ കയറാം. ഓക്കെ ആയിരിക്കാം. സെയിം ലിങ്കിൽ കയറി.